പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇന്ന് ചിങ്ങം 1 ഇന്ന് ഓഗസ്റ്റ് 17 ഓഗസ്റ്റ് 17 ഒരു വലിയ യാത്രയുടെ തുടക്കം രാഹുൽ ഗാന്ധിയും സംഘവും നിശ്ചയിച്ചിരിക്കുന്നത്. വോട്ട് കൊള്ളയിൽ പ്രതിഷേധം കടുപ്പിച്ച ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ സാസാറാമിൽ ഇന്ന് തുടക്കമാവുകയാണ്. ബീഹാറിലെ 24 ജില്ലകളിലൂടെ 1300 കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്ര കടന്നുപോകുന്നത്. യാത്ര സമാപിക്കുന്നത് സെപ്റ്റംബർ 1 പാട്നയിലാണ്. ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയായിരിക്കും പാട്നയിൽ നടക്കുക. അതോടുകൂടി തിരഞ്ഞെടുപ്പിന്റെ കാഹളമുയരും. പിന്നങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ ബഹളങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും സാസാറാമിൽ നിന്നും ചേരുന്നു. പിയാ സുനിൽ ദില്ലിയിൽ നിന്നും തത്സമയം ചേരും. ആദ്യം ഞാൻ നോബൽ മാരിക്കാരനിലേക്ക്. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ഹാപ്പി ചിങ്ങം. പിയാ സുനിൽ, നന്ദു പേരാമ്പ്ര എടുത്തും പറഞ്ഞോളൂ, എന്താണ് ബീഹാറിൽ പോകുമ്പോഴുള്ള കാഴ്ചകൾ? അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ്? വോട്ടധികാര യാത്രയ്ക്കുള്ള അരങ്ങും ആളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ നോബൽ മാരിക്കാരൻ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. വോട്ടർ അധികാര യാത്ര ഇന്നിപ്പോൾ ബീഹാറിലെ സസാറാമിൽ ആരംഭിക്കുകയാണ്. നമ്മളുള്ളത് സസാറാമിലെ ഈ പരിപാടി ആരംഭിക്കുന്ന സ്ഥലത്താണ്. എന്താണെങ്കിലും 11:30 ഈ പരിപാടി ആരംഭിക്കുന്നത്, വോട്ടർ അധികാര യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളൊക്കെ അവസാന വട്ടത്തിലേക്ക് എത്തുന്നത് മാത്രമാണ് ഉള്ളത്. പ്രവർത്തകരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. പ്രവർത്തകരൊക്കെ 11 മണിക്ക് ശേഷം മാത്രമാണ് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ബീഹാറിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാഹളം തന്നെയാണ് ഈ വോട്ടർ അധികാര യാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശം പ്രവർത്തകരിലും ജനങ്ങളിലുമൊക്കെ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ യാത്ര കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും കോൺഗ്രസുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക, പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, അതോടൊപ്പം തന്നെ ബീഹാർ നടത്തിയ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ 65 ലക്ഷം വരുന്ന ആളുകൾ പുറത്തുപോയ സാഹചര്യം അടക്കം ജനങ്ങളിൽ വിവരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ് ഈ യാത്ര കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. രാഹുൽ ഗാന്ധി, അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ ഉണ്ടാവും, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉണ്ടാവും, RJDയിൽ നിന്ന് തേജസ്വി യാദവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം പങ്കെടുക്കും. മൊത്തം 24 ഇന്ത്യ സഖ്യ പാർട്ടികളും ഈ യാത്രയുടെ ഭാഗമാകുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളൊക്കെ ഇങ്ങോട്ട് എത്തും എന്നാണ് വിവരം ഉള്ളത്. വരും ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ യാത്ര എന്ന് പറയുന്നത് 24 ജില്ലകളിൽ കൂടി 16 ദിവസം കടന്നു പോകുന്ന യാത്രയാണ്. 60 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നു പോകും. 1300 കിലോമീറ്റർ യാത്ര ചെയ്യും. ഈ യാത്രയിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം ഈ യാത്രയുടെ ഭാഗമാകും എന്നാണ് വിവരം ഉള്ളത്. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും പൂർണ്ണ സമയം റാലിക്കൊപ്പം ഉണ്ടാകും, യാത്രയ്ക്കൊപ്പം ഉണ്ടാകും. എന്താണെങ്കിൽ നേരത്തെ നമ്മൾ ഭാരത് ജോഡോ യാത്രയൊക്കെ വലിയ ആവേശം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ബീഹാർ പോലൊരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ ആവേശം ഈ യാത്ര ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ പലതിലും കഴമ്പുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തന്നെ തെളിവുകൾ സഹിതമാണ് ജനങ്ങൾക്ക് മുന്നിൽ നേരത്തേക്ക് അവതരിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ എന്താണെങ്കിലും ഉണ്ടാകും. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഒരു ആൾ അദ്ദേഹം കൊടിയെ കെട്ടിക്കൊണ്ട് എന്താണെങ്കിലും ഈ യാത്രയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാവിലെ മുതൽ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായത് അദ്ദേഹം കൊടിയെ കെട്ടിക്കൊണ്ട് വളരെ സജീവമാവുകയാണ്. കിतना बजे आएगा लोग? क्या लोग कितना बजे आएगा? अब वो तो आयोजक बताएंगे. मैं तैयारी मैं कल सुबह आया हूँ, रात भर ट्रेन पकड़ के. किधर से? मेरा नाम क्या कहूँ, कुछ कहा नहीं जाता, बिन कहे भी तो रहा नहीं जाता. ओके. और मेरा नाम गांधी विजय कुमार सिंह यादव धावक उर्फ हिंदुस्तानी टाइगर और तिरंगा झंडा वाला, भागलपुर जिला बिहार का रहने वाला हूँ. आज वोट के अधिकार यात्रा निकल रहा है 17 अगस्त से 2025 सासाराम से पटना तक. जननायक राहुल जी है और बिहार में जन जन के बीच में राहुल जी का शांति और सद्भाव और सबको जोड़कर मोहब्बत का दुकान को पसंद कुछ ഒരു മുഹബത്ത് ദുഃഖാൻ ഇവിടെയും തുറക്കും എന്നാണ് ജനങ്ങൾ, അത്തരത്തിൽ ആളുകൾ പറയുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ ബീഹാർ സ്വദേശി തന്നെയാണ്. അദ്ദേഹം ഒരുക്കത്തിലാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. എന്നാണെങ്കിലും വലിയ വിപുലമായ ഒരു യാത്രയായി തന്നെ യാത്രയെ മാറ്റാനുള്ള കുറേ ദിവസങ്ങളായി ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതാണ്. ഉത്തരേന്ത്യയിൽ നല്ല മഴയാണ്. ബീഹാറിൽ പക്ഷേ അത്ര മഴയില്ലെന്ന് തോന്നുന്നു. അരുൺ, രാവിലെ നല്ല ചൂട്
തീർച്ചയായും ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. നല്ല വെയിൽ തെളിഞ്ഞിട്ട് രാവിലെ തന്നെ ഇപ്പോൾ സമയം 7 മണിയാകുമ്പോഴേക്കും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. മഴയൊന്നും ഇല്ല. ആകാശം എന്താണെങ്കിലും വലിയ തരത്തിൽ തന്നെ തെളിഞ്ഞു തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് യാത്രയെ അത് ബാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ മഴയൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ നടക്കുന്ന സമയമൊക്കെയാണ്. പക്ഷേ അത്തരത്തിൽ പ്രതിസന്ധികളൊന്നും ബീഹാറിൽ ഇല്ല. അതുകൊണ്ട് യാത്രയെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇതൊരു ബസ്സിലും അത്തരത്തിൽ വാഹനത്തിലൊക്കെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഭാരത് ജോഡോ യാത്ര പോലെ അത്തരത്തിൽ മറ്റു പ്രതിസന്ധികളില്ല. അത്തരം പ്രധാന പോയിന്റുകളിൽ മാത്രം ആളുകളെ കണ്ടുകൊണ്ട് ജനങ്ങളിൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടായിരിക്കും യാത്ര മുന്നോട്ട് പോകുന്നത്. മലയാളികൾ അടക്കമുള്ള ആളുകളൊക്കെ യാത്രയുടെ ഭാഗമാകാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരവും ഉള്ളത്. എന്താണെങ്കിലും വലിയ ഒരു ആവേശം ഉണ്ടാക്കുക. ആ ആവേശത്തിലൂടെ കുറിച്ച് അധികം കേട്ടിട്ടില്ല നോബിൾ. ഇന്നിപ്പോൾ വോട്ടർ അധികാര യാത്രയ്ക്ക് തെരഞ്ഞെടുത്തത് സസാറാമാണ്. അവിടെ നിന്ന് 24 ജില്ലകളിലൂടെ കടന്നാണ് പട്നയിൽ അവസാനിക്കാൻ പോകുന്നത്. സസാറാം എന്ന ഒരു നഗരമാണോ അതൊരു മിഡ് ടൗൺ ആണോ അത്? അതൊരു മിഡ് ടൗൺ ആണ് സസാറാം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. പ്രത്യേകിച്ച് നേരത്തെ ലോക്സഭാ സ്പീക്കറായ മീനാകുമാരി അവർ നിരന്തരം ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലം ഇത്തവണ കോൺഗ്രസ് വീണ്ടും നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോൺഗ്രസ് ശക്തി കേന്ദ്രം കൂടിയാണ് സസാറാം. അതുകൊണ്ടാണ് യാത്ര ഇവിടുന്ന് തന്നെ ആരംഭിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇറങ്ങി ചെന്നുകൊണ്ട് പ്രത്യേകിച്ച് അവർ സംഘടനാ സംവിധാനമൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ കോൺഗ്രസിന് ഗുണകരമാകും യാത്ര തുടക്കത്തിൽ എന്ന വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള അത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അത്തരത്തിൽ വിജയത്തിലേക്ക് പോവുക, അധികാരം ബീഹാർ പിടിക്കുക എന്നാണ് ലക്ഷ്യം. അതിന്റെയൊക്കെ ഭാഗമായി തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ റാലി സംഘടിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ട ബാക്കി വിശദാംശങ്ങളൊക്കെ കോൺഗ്രസ് പുറത്തേക്ക് വിടുകയും ചെയ്തു. അതാണെങ്കിലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം അടക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി അതിന് മറുപടി അടക്കം പറയുക ഒരു പക്ഷേ ഇന്നത്തെ യാത്രക്കിടയിലായിരിക്കും എന്നതും വലിയ ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും ഒരിക്കൽ കൂടി കൊമ്പ് കുറക്കാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ ദിവസമുണ്ട്. അത്തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യം കൂടി ദിവസം നേരിടുന്ന പേരാമ്പ്രയും അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുക.